ഹലോ, നമ്മൾ കുറച്ച് പച്ചക്കറി വാങ്ങിച്ചായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് പോയപ്പം. ബീൻസ് ഉണ്ട്, അതിനകത്ത് പച്ചപ്പയറുണ്ട്, കോവയ്ക്കയുണ്ട്, പച്ചമുളകുണ്ട്. പിന്നെ നമുക്കിന്നൊരു സാമ്പാർ വെക്കണമായിരുന്നു കേട്ടോ. അപ്പോൾ അതിനുള്ള കിഴങ്ങ്, തക്കാളി, ക്യാരറ്റൊക്കെ വീട്ടിലിരിപ്പുണ്ടായിരുന്നു. അപ്പം അതെല്ലാം കൂടി ഇട്ടിട്ട് ഇപ്പോൾ വാങ്ങിച്ചുകൊണ്ട് വന്നതിൽ നിന്നും എടുത്തിട്ട് നമ്മൾ എല്ലാ കഷ്ണങ്ങളും അരിഞ്ഞ് കുക്കറിൽ ഇട്ടിട്ടുണ്ട്. പരിപ്പും കഴുകി ഇട്ടു. അതിലേക്ക് തന്നെ പിന്നെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് വേവിക്കാൻ വെക്കാം കേട്ടോ. പിന്നെ നമുക്ക് മെഴുക്കുവരട്ടി, തോരനോ എന്തെങ്കിലും എനിക്ക് നിർബന്ധം കേട്ടോ. അപ്പം പച്ചപ്പയർ ഉരിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ നിർത്തും. അപ്പോഴത്തേക്കും നമ്മുടെ സാമ്പാറിൻ്റെ കഷ്ണങ്ങളെല്ലാം വെന്തിട്ടുണ്ട്. വെന്തലിഞ്ഞ് കൊണ്ട് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ആവശ്യത്തിന് വേവിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ എണ്ണയിൽ കടുക് ഉലുവയും പൊട്ടിക്കഴിഞ്ഞപ്പോൾ അതിലേക്ക് കേട്ടോ നമ്മൾ സാമ്പാർ പൊടി ഇടുന്നത്. അല്ലാതെ ഇതിലേക്ക് മറ്റേ അത് വേവിച്ചതിൻ്റെ കൂടെയല്ല, ആ എണ്ണയിലേക്കാണ് സാമ്പാർ പൊടി ഇട്ടിട്ട് നമ്മൾ താളിച്ചെടുത്തിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എപ്പോഴും വയ്ക്കുമ്പോൾ ശരിയാവാറൊന്നുമില്ല, അത്ര ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ. ഇന്നത്തെ എന്തായാലും നല്ലതായിരുന്നു കേട്ടോ, എനിക്കിഷ്ടപ്പെട്ടു. പിന്നെ നമ്മുടെ പച്ചപ്പയർ മെഴുക്കുവരട്ടി നമ്മൾ ഉള്ളിയും മുളകും ചതച്ചിട്ട് താളിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഇന്ന് ഇറച്ചിയും മീനും ഒന്നുമില്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളൊരു മുട്ട എടുത്തു. അതിനകത്തേക്ക് ഒരു ഉള്ളിയും ഒരു ഉള്ളിയല്ല കേട്ടോ, 2-3 ഉള്ളിയും പച്ചമുളകും കൂടെ ഇട്ട് ആ മുട്ടയും വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചോറുണ്ണാം കേട്ടോ. അപ്പോൾ ചോറിന് ഞാൻ പപ്പടമുണ്ട്, ഇഞ്ചിക്കറി ഉണ്ട്. ഇഞ്ചിക്കറി 2-3 ദിവസം കൂടുതലായെന്ന് എനിക്ക് തോന്നണത്. പച്ചപ്പയർ, സാമ്പാർ, അച്ചാർ, മുട്ട വറുത്തത്. അപ്പോൾ നമുക്ക് ചോറുണ്ണാൻ